എല്ലാവർക്കും ശ്രീരാഗ് Rambo വർക്സിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ വീട്ടിൽ വെച്ച് എങ്ങനെ കാറിൻ്റെ എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും ചേഞ്ച് ചെയ്യുന്നതാണ്. എല്ലാവരും ബൈക്സിൻ്റെ ഒക്കെ നമ്മൾ വീട്ടിലിട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാറിൻ്റെ ഒരു വീഡിയോ നമ്മൾ വീട്ടിലിട്ട് ചെയ്യുന്ന എടുക്കുകയാണ്. എൻ്റെ കാറാണ്, നമ്മൾ ഇതിൽ ഓയിൽ ചേഞ്ച് ചെയ്യാൻ. ബാക്കി ഓയിലിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഓയിൽ ഫിൽറ്റർ എല്ലാം നമ്മൾ എങ്ങനെയാണ് നോക്കുന്നതെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറയുമ്പോൾ കാറിനെ എയറിൽ പൊക്കി നിർത്തുക. അതായത് ജാക്കി വെച്ചിട്ടാണ് നമ്മൾ പൊക്കുന്നത്. ഹൈഡ്രോളിക് ജാക്കി വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. പ്ലസ് നമ്മൾ അഡീഷണൽ കാറിൽ തന്നെ വരുന്ന ജാക്കിയും കൂടി യൂസ് ചെയ്യണം ഫോർ സേഫ്റ്റിയാണ്. ഇത് പൊക്കി നിർത്തിയതിന് ശേഷം ഇത് സെക്യൂർ ആണെന്ന് ഉറപ്പാക്കുക. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുലുക്കി ജാക്കിൽ നിന്ന് താഴോട്ട് പോകത്തില്ല എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് വേണം നമ്മൾ ഈ ഓയിൽ ചേഞ്ച് പ്രോസസ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ജാക്സ് യൂസ് ചെയ്ത് സെക്യൂർ ചെയ്യാണ്. നമ്മൾ ഈ കാറിൽ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറയുമ്പോൾ 0W20 എന്ന് പറഞ്ഞ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ യൂസർ മാനുവലിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓയിലാണ്, എത്ര ml ആണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കാണാം. യൂസർ മാനുവൽ അഥവാ കയ്യിലില്ലെങ്കിൽ ഓൺലൈനിൽ നോക്കിയാലും അറിയാൻ പറ്റും. അപ്പോൾ നമ്മളെ കാറെന്ന് പറയുമ്പോൾ 2018 മോഡൽ സ്വിഫ്റ്റ് ആണ്. അപ്പം അതിൽ വരുന്ന ഓയിൽ നട്ടിൻ്റെ ബോൾട്ട് എന്ന് പറയുമ്പോൾ 14-ൻ്റെയാണ്. അപ്പോൾ 14 റിംഗ് സ്പാനറും പിന്നെ ഓയിൽ ഫിൽറ്റർ ഇളക്കുന്ന ടൂളുമാണ് നമുക്ക് വേണ്ടത്. ഈ 2 ടൂളും ഒരു ജാക്കി ഉണ്ടെങ്കിൽ നമുക്കിത് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഓയിൽ ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ ബോൾട്ട് നട്ട് ഫുള്ള് ലൂസൺ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തന്നെ ഓയിൽ ഫ്ലോ ചെയ്യും. ഒരു താഴെ ഏതെങ്കിലും ഒരു പഴയ പാത്രം, ഒരു 4 ലിറ്റർ കപ്പാസിറ്റി 5 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേസിൻ യൂസ് ചെയ്ത് ഈ ഓയിൽ കളക്ട് ചെയ്യുക. പഴയ ഓയിൽ ഏതെങ്കിലും സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരത് എടുത്തോളും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമ്മൾ ഇളക്കുന്നതെന്ന് വെച്ചാൽ ഓയിൽ ഫിൽറ്ററാണ്. ഓയിൽ ഫിൽറ്റർ നമ്മൾ നമ്മുടെ കാറിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഓയിൽ ഫിൽറ്റർ തന്നെ മേടിക്കുക. ഓയിൽ ഫിൽറ്റർ സൈസ് ചേഞ്ച് അല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രമേ ഇത് ഇളക്കാൻ നിൽക്കാവുള്ളൂ. എന്തായാലും നമ്മൾ ഓയിൽ ഫിൽറ്റർ ഇളക്കുന്ന ടൂൾ വെച്ചിട്ടാണ് ഇത് ഇളക്കി എടുത്തിരിക്കുന്നത്. ഈ ടൂളിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം, ലിങ്ക് ഞാൻ ഇട്ടേക്കാം. കാറ് നമ്മൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 8 to 5 hours യൂസ് ചെയ്യാതെ ഇരിക്കുന്ന ടൈം വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹീറ്റായിട്ടുള്ള സമയത്താണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ ഓയിൽ നമ്മുടെ ദേഹത്ത് അങ്ങനെ വീണെങ്കിൽ അത് പൊള്ളലേക്കാൻ ചാൻസ് ഉണ്ട്. പ്ലസ് നമ്മളിത് ചെയ്യുന്ന സ്പോട്ടല്ല എൻജിൻ്റെ ഡയറക്റ്റ് താഴെയാണ് വരുന്നത്. പ്ലസ് എക്സോസ്റ്റ് സിസ്റ്റം പോകുന്ന റൂട്ടാണ്. അതുകൊണ്ട് ഈ എൻജിൻ റണ്ണാവാതെ നല്ല കൂളായിട്ടിരിക്കുന്ന സമയത്ത് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ദേഹം പൊള്ളാൻ ചാൻസ് ഉണ്ട്. പ്ലസ് ഈ ഓയിലൊന്നും കയ്യിലോ ദേഹത്തോ കണ്ണിലൊന്നും ആവാൻ ശ്രദ്ധിക്കുക. അഥവാ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് തുടച്ച് ദേഹത്തുനിന്ന് മാറ്റാനും ശ്രമിക്കുക. നെക്സ്റ്റ് നമ്മൾ ഈ ഓയിൽ ഫിൽറ്റർ എന്ന സ്പോട്ടെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ കാറ് ലെവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ജാക്കിൽ നിന്ന് കാറിനെ താഴ്ത്തി ലെവലാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന 2 ജാക്കി ലൂസൺ ചെയ്ത് ഹൈറ്റ് താഴ്ത്തുക എന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഓയിൽ ഫുള്ള് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക. അതിനുശേഷം കാർ ലെവലായി ഓയിൽ ഫുള്ള് ഡ്രെയിൻ ചെയ്യുന്ന ശേഷം പുതിയ ഓയിലും ഓയിൽ ഫിൽറ്ററും നമ്മൾ പ്ലേസ് ചെയ്യണം. ഇത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സുസുക്കിയുടെ ഈസി സ്റ്റാർ അഥവാ ഇത് മോട്യൂളിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റാണ്. ഈസി സ്റ്റാർ എന്ന് പറഞ്ഞാൽ സുസുക്കി ഇറക്കുന്ന ഇതാണ്. ഇതിൽ 3.5 ലിറ്റേഴ്സാണ് വരുന്നത്. 0W20 എന്ന് പറഞ്ഞ ഗ്രേഡാണ് ഇത് ഓയിൽ വരുന്നത്. പ്ലസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഫിൽറ്ററും സുസുക്കിയുടെ തന്നെയാണ്, ഒറിജിനൽ പാർട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് വരുന്നത് 1400-1300 രൂപയ്ക്കകത്തേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു 1300 രൂപയ്ക്കകത്ത് നമുക്ക് ഇതിൻ്റെ സർവീസ് വരുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഓയിൽ ഫിൽറ്ററിൻ്റെ റബ്ബർ സീലിന് ചുറ്റും ഓയിൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷൻ കാരണം ഈ റബ്ബർ സീല് ബ്രേക്ക് ആവാതിരിക്കാനാണ്. നെക്സ്റ്റ് നമ്മൾ ഓയിൽ ഫിൽറ്റർ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓയിൽ ഫിൽറ്റർ മാക്സിമം ടൈറ്റ് ചെയ്ത് പൊസിഷനിൽ നമ്മൾ ലോക്കാക്കാൻ ശ്രമിക്കുക. മാക്സിമം ഞാനിപ്പോൾ കൈ വെച്ച് തന്നെ ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനുശേഷം ബാക്കി കുറച്ച് ഇത് മാത്രം നമ്മുടെ ടൂൾ വെച്ച് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ടൂൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുകളിലോട്ട് പോരുക. കറക്റ്റ് ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പോട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ മാത്രമേ യൂസ് ചെയ്യാം. മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഓയിൽ ഫിൽറ്റർ ചപ്പാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഓയിൽ ഡ്രെയിൻ നട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാണ്. ഇത് നമ്മൾ 14-ൻ്റെ റിംഗ് സ്പാനർ വെച്ച് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഓവറായിട്ട് ടൈറ്റ് ആവരുത്, പിരി പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. അത് രണ്ടും വളരെ കെയർഫുള്ളായിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ. നെക്സ്റ്റ് നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യാനാണ് പോകുന്നത്. അപ്പം നമ്മൾ യൂസർ മാനുവൽ ചെക്ക് ചെയ്യുക. വിത്ത് റിമൂവിങ് ഓയിൽ ഫിൽറ്റർ, വിത്തൗട്ട് റിമൂവിങ് ഓയിൽ ഫിൽറ്ററും ഓയിൽ എത്രയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചെക്ക് ചെയ്യുക. 3.5 ലിറ്റേഴ്സിൻ്റെ ബോട്ടിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 3.1 ലിറ്റേഴ്സാണ് യൂസർ മാനുവലിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 400 ml മാറ്റും. അപ്പോൾ 3.1 ലിറ്റർ ആവും. എന്നിട്ട് നമ്മൾ എഞ്ചിനിലോട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓയിൽ ഫില്ല് ക്യാപ്പ് നമ്മൾ തിരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുക. ഓയിൽ ഫില്ല് ചെയ്തതിന് ശേഷം ഈ പഴയ ഓയിൽ നമ്മൾ തിരിച്ച് ബോട്ടിൽ ഫില്ല് ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്ററിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പഴയ ഓയിലിൻ്റെ വോളിയം കുറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 3 ലിറ്റേഴ്സിന് താഴെ ഉള്ളായിരുന്നു. അപ്പം ഈ വീഡിയോയുടെ അടുത്ത പാർട്ടെന്ന് പറയുമ്പോഴത്തേക്ക് എഞ്ചിൻ കൂളൻ്റ് ചേഞ്ചാണ്, അത് ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സീ യു അഗൈൻ.